ഹലോ കൂട്ടുകാരെ, മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. ചില അമ്മമാരിൽ കാണുന്ന ഒരു ചെറിയൊരു പ്രോബ്ലമാണ് ആങ്സൈറ്റി അല്ലെങ്കിൽ വ്യാകുലത. നമ്മൾ ആദ്യത്തിലൊക്കെ പഠിക്കുന്ന സമയത്തൊക്കെ സ്റ്റുഡൻസ് ആയിരുന്ന സമയത്ത് ചെറുതായിട്ടൊക്കെ അത് ഉണ്ടാവുമെങ്കിലും ഒരമ്മയായ ശേഷം അത് പതുക്കെ പതുക്കെ ഇങ്ങനെ കൂടാനായിട്ട് തുടങ്ങും. ഏജ് കൂടുന്തോറും അതിങ്ങനെ എത്തുമ്പോൾ ഒന്ന് കൂടി വരും. പിന്നെ നമുക്ക് മറ്റുള്ള കാര്യം ചെയ്യുമ്പോൾ വരെ ഭയങ്കര ഇറിറ്റേഷൻ ആയിരിക്കും ഈ വ്യാകുലത കാരണം, അല്ലെങ്കിൽ അമിതമായ ഉത്കണ്ഠ അല്ലെങ്കിൽ ടെൻഷൻ എന്നൊക്കെ പറയാം. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് കൺട്രോൾ ചെയ്ത് നിർത്താം? അതുപോലെ തന്നെ ഏജ് കൂടുന്തോറും നമ്മൾ ഗ്രാജുവലി പഠിക്കും കേട്ടോ അത് കൺട്രോൾ ചെയ്യാനായിട്ട്. അതിന് പ്രത്യേകിച്ച് ടിപ്സ് പറയേണ്ട കാര്യമില്ല. എന്നാലും ഇപ്പോൾ നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ട്, അയ്യോ ഇത് ഇങ്ങനെ കൂടി ടെൻഷൻ വന്നാൽ ഞാൻ എങ്ങനെ മാനേജ് ചെയ്യുന്നു, നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ടിപ്സ് നിങ്ങൾക്ക് സഹായിക്കും. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, എന്തുകൊണ്ട് നമുക്ക് ആങ്സൈറ്റി വരുന്നു അമ്മമാർക്ക്. നമ്മളൊരു അമ്മയായിട്ടൊരു കുഞ്ഞിന് ജന്മം നൽകി കഴിയുമ്പോൾ തന്നെ വലിയൊരു റെസ്പോൺസിബിലിറ്റിയാണ് നമുക്ക് കിട്ടുന്നത് അല്ലേ. ആ കുഞ്ഞുങ്ങളുടെ ആരോഗ്യം, അവരുടെ ഭാവി, അവരുടെ പഠനം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഓരോ പ്രായം കഴിയും തോറും ഒരുപാട് പുതിയ കാര്യങ്ങൾ അവരുടെ ലൈഫിൽ വരും. അപ്പോൾ പലപ്പോഴും കുറേ കാര്യങ്ങൾ അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്ന നമുക്ക് വലിയൊരു റെസ്പോൺസിബിലിറ്റി വന്നു കഴിയുമ്പോൾ ചെറിയ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നമുക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റാതൊക്കെ ആകുമ്പോൾ നമുക്ക് ഭയങ്കര ടെൻഷൻ വരും, നമുക്ക് ഭയങ്കര കുറ്റബോധം വരും. ഞാൻ നല്ലൊരു അമ്മയാണോ, നന്നായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ? പലപ്പോഴും ഭാവിയെക്കുറിച്ച് ഓർത്തിട്ട് നമ്മൾ ഭയങ്കര ടെൻഷൻ അടിക്കും, പ്രത്യേകിച്ച് നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട്. അതെന്താണെന്ന് വെച്ചാൽ, കുഞ്ഞുങ്ങൾ ഉണ്ടായി കഴിയുമ്പോൾ നമ്മുടെ ബോഡിയിലൂടെ ഒരുപാട് ഹോർമോണൽ ചേഞ്ചസ് വരുന്നുണ്ട്. പ്രായം കൂടുന്തോറും അതിലൊരുപാട് മാറ്റം വരുന്നുണ്ട്. അതുകൊണ്ടാണ് തുടക്കത്തിൽ നമുക്ക് വരുന്നതിലും കൂടുതൽ ആങ്സൈറ്റി കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ കൂടി വരുന്നത്. അപ്പോൾ അതാദ്യം നമ്മൾ മനസ്സിലാക്കുക, അത്രയേ ഉള്ളൂ. നമുക്ക് ആർക്കായാലും ഒരു വലിയ റെസ്പോൺസിബിലിറ്റി തന്നു കഴിയുമ്പോൾ നമുക്ക് ടെൻഷൻ വരുമല്ലോ. അപ്പോൾ കുഞ്ഞുങ്ങളെന്ന് പറയുന്ന വലിയൊരു റെസ്പോൺസിബിലിറ്റി നമ്മുടെ മനസ്സിലോട്ട് വന്നു കഴിയുമ്പോൾ തന്നെ നമുക്ക് എന്തായാലും വ്യാകുലത വരും. ചിലവർക്ക് അത് മാനേജ് ചെയ്യുന്ന രീതിയിൽ മാറ്റേണ്ടത് മാത്രമേ ഉള്ളൂ. അത് കൺട്രോൾ ചെയ്ത് അതനുസരിച്ച് ചെയ്യാനുള്ള കഴിവുണ്ടായിരിക്കും. ചിലവർക്ക് അതില്ലാത്തതുകൊണ്ട് ഒരുപാട് അവർ ടെൻഷൻ അടിക്കും. ചെറിയ രീതിയിലുള്ള വ്യാകുലതയൊക്കെ കുഴപ്പമുള്ള കാര്യമല്ല, പക്ഷേ അത് അമിതമായിട്ടുണ്ടോ എന്ന് നമ്മൾ കണ്ടുപിടിക്കുകയും അത് ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ് വലിയൊരു കാര്യം. ഇതിനാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. നമുക്ക് വല്ലാത്ത രീതിയിലുള്ള ആങ്സൈറ്റി ഉണ്ടെങ്കിൽ പലപ്പോഴും നമ്മളെപ്പോഴും ഇങ്ങനെ വളരെ റെസ്റ്റ്ലെസ് ആയിരിക്കും. വൈകുന്നേരം ഉറക്കം കാര്യങ്ങളൊന്നും കറക്റ്റ് ആവില്ല, രാവിലെ വേഗം എഴുന്നേൽക്കും, അമിത ചിന്തകളായിട്ട് ചെറിയ തീരുമാനങ്ങൾ എടുക്കണമെങ്കിലും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. എന്ത് കാര്യം ചെയ്താലും ഒരു കുറ്റബോധമായിരിക്കും, ഞാൻ കറക്റ്റായിട്ട് ചെയ്തിട്ടില്ല എന്നുള്ളത്. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ടെൻഷൻസ് മൂലം പല അസുഖങ്ങളും നമുക്ക് ഫീൽ ചെയ്യാതെ, തലവേദന, വയറുവേദന, ഇല്ലാത്ത അസുഖങ്ങൾ ഇങ്ങനെ നമുക്ക് ഫീൽ ചെയ്തുകൊണ്ടിരിക്കും, കാരണം അമിതമായ ടെൻഷൻ കൊണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് വരുന്നുണ്ടെങ്കിൽ നമ്മൾക്ക് വളരെ അധികമായിട്ടുള്ള ആങ്സൈറ്റി ഉണ്ട്. അതൊരിക്കലും നമ്മുടെ ബോഡിക്ക് നല്ലതല്ല. കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ടൊക്കെ നടന്നു പോവും, പക്ഷേ നമുക്കിങ്ങനെ വന്നു കഴിയുമ്പോൾ നമുക്ക് തന്നെയാണ് ദോഷം ചെയ്യുക. മൂന്നാമതായിട്ട്, ഈ ആങ്സൈറ്റി ഇത്രത്തോളമൊക്കെ കൂടി വരുമ്പോൾ അത് മാനേജ് ചെയ്യാനായിട്ട് നമുക്ക് സ്വയം ചെയ്യാൻ പറ്റുന്ന കുറച്ച് കുഞ്ഞു കാര്യങ്ങൾ നമുക്ക് നോക്കാം. വല്ലാതെ ആങ്സൈറ്റി വരുമ്പോൾ ഞാൻ എൻ്റെ മനസ്സിനോട് ഇങ്ങനെ പറയും, സ്റ്റോപ്പ് എന്ന് പറയും. കാരണം അങ്ങനെ അമിത ചിന്ത ഒരുപാട് ഇങ്ങനെ ആലോചിച്ച് കൂട്ടുമ്പോൾ ഞാൻ സ്റ്റോപ്പ് പറഞ്ഞ വശം പെട്ടെന്ന് ഞാൻ ഈ ഒരു വേൾഡിലോട്ട് തിരിച്ചെത്തും. ആ ഒരു ആങ്സൈറ്റിയുടെ വേൾഡിൽ നിന്ന് തിരിച്ച് ഭൂമിയിലോട്ട് വന്നൊരു ഫീലാണ്. അത് കഴിഞ്ഞ് ഫസ്റ്റ് ചെയ്യേണ്ടത് നന്നായി ശ്വാസം വലിച്ച് വിടുക, മൈൻഡ് ഒന്ന് റിലാക്സ് ആക്കാനായിട്ട് നോക്കുക. ആ ചിന്തിച്ചുകൊണ്ടിരുന്ന കാര്യം വീണ്ടും ചിന്തിക്കാതിരിക്കാനായിട്ട് നോക്കുക. പിന്നെ നമ്മുടെ ലൈഫിൽ നമുക്ക് വേണ്ടി കുറച്ച് സമയം എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടി മാറ്റി വയ്ക്കുക. ഇപ്പോൾ കാലത്ത് എഴുന്നേറ്റ് ഒരു ഗ്ലാസ് ചായ കുടിച്ച് റിലാക്സ് ചെയ്യാനോ, അല്ലെങ്കിൽ ഉച്ചയ്ക്ക് കുറച്ച് നേരം ഒന്ന് ഉറങ്ങാനോ, അങ്ങനെ നമുക്ക് വേണ്ടി വേറൊരു കാര്യങ്ങൾ ആരുടെക്കുറിച്ച് ആലോചിക്കാതെ മിണ്ടാതിരിക്കാനുള്ള ചെറിയൊരു ടൈം കണ്ടെത്തുക. മൂന്നാമതായിട്ട്, നല്ല റെസ്പോൺസിബിലിറ്റി നമ്മൾ തലയിലെടുത്ത് വെക്കാതെ ചെറിയ കാര്യങ്ങളൊക്കെ മറ്റുള്ളവർക്ക് ചെയ്യാനായിട്ട് കൊടുത്തിട്ട് പിന്നെ അതിനെക്കുറിച്ച് ആലോചിക്കാതിരിക്കുക. പലപ്പോഴും നമ്മൾ ഓവർ പെർഫെക്ഷൻ ആകുമ്പോഴാണ് എല്ലാം കൂടി നമ്മൾ ചെയ്യാൻ തലയിലെടുത്ത് വെച്ച് എല്ലാതും ഈ വീട്ടിലുള്ള കാര്യം എൻ്റെ ഉത്തരവാദിത്തമാണെന്നുള്ളൊരു മൈൻഡ് സെറ്റോടി വരുമ്പോൾ എന്താണ് പറ്റുന്നത്, നമുക്ക് എപ്പോഴും ടെൻഷനായിരിക്കും, കാരണം നമ്മളെല്ലാം തലയിലെടുത്ത് വെച്ചിരിക്കുകയാണ്. നാലാമതായിട്ട്, സോഷ്യൽ മീഡിയയിലും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കാര്യങ്ങൾ വെച്ച് നമ്മളെ കമ്പയർ ചെയ്ത് ഞാൻ ഒരു പെർഫെക്റ്റ് മോം അല്ലല്ലോ, ആ അമ്മമാരൊക്കെ എത്ര നന്നായി ചെയ്യുന്നുണ്ട്, ഞാൻ അതുപോലെ ചെയ്യുന്നില്ലല്ലോ എന്നാലോചിച്ച് ടെൻഷൻ അടിക്കുമ്പോഴും നമുക്ക് വ്യാകുലത കൂടും. നമ്മളെന്തിനാണ് മറ്റുള്ളവരുടെ ലൈഫ് നോക്കുന്നത്? അവരുടെ ലൈഫ് നമ്മുടെയും ടോട്ടലി ഡിഫറെൻ്റ് ആണ്. നമുക്ക് കിട്ടിയിരിക്കുന്ന സാഹചര്യങ്ങളൊക്കെ വ്യത്യാസമാണ്. അത് വെച്ചിട്ട് എങ്ങനെ നന്നായിട്ട് ചെയ്യാം എന്നുള്ളത് ആലോചിക്കുക. പിന്നെ സോഷ്യൽ മീഡിയയിൽ കാണിക്കുന്നതെല്ലാം നിങ്ങൾക്ക് ആലോചിച്ചാൽ അറിയാലോ, ഒരു ക്യാമറയിൽ ഷൂട്ട് ചെയ്ത് വെക്കുന്നതാണ്. നമ്മളെന്താ പ്ലാൻ ചെയ്യണേ അതാണ് ഷൂട്ട് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ അത് എത്രത്തോളം സത്യം ഉണ്ടാവും എന്നുള്ളത് നമ്മൾ അത് മുഴുവൻ അതിൻ്റെ മനസ്സിലേക്ക് എടുക്കാതിരിക്കുക. അതിൽ കാണുന്ന നല്ല കാര്യങ്ങൾ മാത്രം എടുക്കുക. കാരണം അതൊരു ലൈഫാണ്, റിയൽ ലൈഫിൽ ഒരുപാട് ടെൻഷനും സ്ട്രെസ്സൊക്കെ ഉണ്ടാവും, ആങ്സൈറ്റി ഒക്കെ ഉണ്ടാവും. എപ്പോഴും ഹാപ്പി ആയിട്ട് എല്ലാവരും ഒന്നും ഇരിക്കുന്നുണ്ടാവില്ല. പക്ഷെ അത് ഓവർകം ചെയ്ത് നമ്മൾ ക്ലിയർ ചെയ്ത് പോകണം, അല്ലാതെ അത് കമ്പയർ ചെയ്തിരിക്കുകയല്ല ചെയ്യുക. അഞ്ചാമതായിട്ട്, നല്ലൊരു നൈറ്റ് റുട്ടീൻ. അതായത് കിടക്കുന്നതിന് മുൻപ് നമ്മൾ ശാന്തമായിട്ട് സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങാനായിട്ട് നോക്കുക. ഒരുപാട് ചിന്തകളായിട്ട് പലപ്പോഴും നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോഴാണ് എല്ലാ ചിന്തയും കൂടി വരിക. അല്ലെങ്കിൽ എനിക്ക് പലപ്പോഴും പള്ളിയിൽ പോയി നിന്ന് പ്രാർത്ഥിക്കുന്ന നേരത്തോ വേറെ കാര്യങ്ങൾ ചിന്തകൾ വരാം. സൈലൻ്റായിട്ട് ഇരിക്കാൻ നമ്മൾ എപ്പോഴും ഇരിക്കുന്നു,
അപ്പോഴാണ് നമുക്ക് അമിത ചിന്ത കൂടുതൽ വരിക. ആ സമയത്ത് ആ ചിന്ത വരുമ്പോൾ തന്നെ സ്റ്റോപ്പ് പറഞ്ഞ് ശാന്തമായിട്ട് ഉറങ്ങാൻ നേരത്ത് ഈ കാര്യങ്ങളൊന്നും ആലോചിക്കാതെ കിടക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ കുറച്ചും കൂടി കംഫർട്ടായിരിക്കും. രാവിലെ നമ്മൾ എത്രത്തോളം ഉഷാറായിട്ട് എനർജറ്റിക് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു അതുപോലെ ഇരിക്കും നമ്മുടെ ഡേ. അപ്പോൾ അതിന് നമ്മൾ തലേദിവസം തന്നെ നമ്മൾ തന്നെ ഒന്ന് പ്രിപ്പയർ ആവണം. പിന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഫാമിലി ആയിട്ട് കുറച്ചുകൂടി ടൈം നമ്മൾ സ്പെൻഡ് ചെയ്യുക, അവരോട് സംസാരിക്കാനും. ഈ അമിതമായ ചിന്തകൾക്ക് പകരം നമ്മൾ ചെയ്യേണ്ടത് അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ്. അവരോട് സംസാരിക്കുക, അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കുക. അങ്ങനെയൊക്കെ നമ്മൾ കുറച്ചും കൂടി അവരും കൂടി ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ സ്ട്രെസ്സ് കുറച്ചൊക്കെ നമുക്ക് റിലാക്സ് കിട്ടും. അവരോട് സംസാരിച്ച കാര്യങ്ങൾ അവരോട് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല. കുറേയൊക്കെ നമ്മൾ ആലോചിച്ച് കൂട്ടുന്ന പ്രശ്നങ്ങളാണ്. വീട്ടിലുള്ളവരായിട്ട് ഒരു ഷെയറിങ് മെൻറ്റാലിറ്റി ഉണ്ടാവുക, സ്വയം ഒറ്റപ്പെടുത്തി ഇത് മുഴുവൻ ആലോചിച്ച് കൂട്ടി ഇരിക്കാതെ. ഇനി നമ്മൾ പിന്നെ ചെയ്യേണ്ട ഒരു കാര്യം നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക. നമുക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. പലപ്പോഴും അതൊന്നും ആലോചിക്കാതെ നമുക്ക് ഇല്ലാത്ത കാര്യങ്ങളെക്കുറിച്ചും ഭാവിയെക്കുറിച്ചും ആലോചിച്ച് ടെൻഷൻ അടിക്കുമ്പോൾ ജീവിതത്തിലെ നല്ല മൊമെൻറ്റ്സ് മിസ്സായി പോകുന്നത്. അപ്പോൾ എപ്പോഴും നന്ദിയുള്ളവരായിരിക്കുക. നമുക്ക് കിട്ടിയിരിക്കുന്ന നല്ല കാര്യങ്ങൾ ഒരു ദിവസം 3 കാര്യത്തിനെങ്കിലും താങ്ക്സ് പറഞ്ഞിട്ട് മാത്രമേ നമ്മൾ ഉറങ്ങാൻ പാടുള്ളൂ. പിന്നെ നമ്മൾ ലൈഫിൽ എന്ത് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. നമുക്കത് കണ്ടുപിടിക്കാൻ വേറെ വഴികളൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് നാളെ എന്താവും എന്ന് ആലോചിക്കുന്നതിന് പകരം അത് അൺഎക്സ്പെക്റ്റഡ് ആണ്, ഇനി എന്തെങ്കിലും ഉണ്ടായില്ല, അത് ഫേസ് ചെയ്യാനുള്ള ധൈര്യം നമുക്ക് ഉണ്ടാവുകയും വേണം. അപ്പോൾ അതുകൊണ്ട് ഓവറായിട്ട് അതിനെക്കുറിച്ച് ആലോചിച്ച് കാര്യമില്ല. നടക്കാനുള്ളത് നടക്കണ സമയത്ത് നടക്കും. അപ്പോൾ അതുകൊണ്ട് ഓവറായിട്ട് ഫ്യൂച്ചറിനെ കുറിച്ച് ചിന്തിക്കാതിരിക്കുക. പിന്നെ ഇതൊക്കെ നമ്മൾ ട്രൈ ചെയ്തിട്ടും നമ്മുടെ ആങ്സൈറ്റി കുറയ്ക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ പ്രൊഫഷണൽ ഹെൽപ്പ് തീർച്ചയായിട്ടും എടുക്കണം. ഒരു ഡോക്ടറെ കണ്ട് കാര്യങ്ങൾ ചെയ്ത് അതിനുള്ള മെഡിക്കേഷൻസ് കഴിച്ച് അത് മാറ്റിയെടുക്കുകയും വേണം. കാരണം അമിതമായിട്ട് നമ്മൾ ടെൻഷൻ അടിച്ച് കഴിയുമ്പോൾ ഭാവിയിൽ അത് ഒരുപാട് നമുക്ക് ദോഷം ചെയ്യും. ഇനി 5ാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ ചെറിയ രീതിയിലുള്ള ആങ്സൈറ്റി ഒക്കെ നല്ലത് തന്നെയാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഫാമിലീനെ നമ്മൾ അത്രയും സ്നേഹിക്കുന്നതുകൊണ്ടാണ് നമ്മൾ അവരെക്കുറിച്ച് ഓർക്കുന്നതും വിഷമിക്കുന്നതും അവരുടെ കാര്യങ്ങൾ കറക്റ്റ് ആവണമെന്നൊക്കെ പ്രാർത്ഥിക്കുന്നതും പ്രിപ്പയർഡ് ആവുന്നതല്ലാതും. ഒട്ടും ആങ്സൈറ്റി ഇല്ലാത്തവരുടെ കാര്യം എന്ന് വെച്ചാൽ അവർ ആരെക്കുറിച്ചും ചിന്തയില്ല, അവനവനെക്കുറിച്ച് മാത്രം ചിന്തിച്ച് നടക്കുമ്പോൾ ഒരു ഫാമിലി ഒരിക്കലും ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റില്ല. എല്ലാവരും പല വഴിക്കായിട്ട് പോകും. അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു ആങ്സൈറ്റി ഉണ്ടാവും എല്ലാവർക്കും. അതെന്തുകൊണ്ടാണ് വെച്ചാൽ നമ്മൾ ഫാമിലീനെ സ്നേഹിക്കുന്നതുകൊണ്ട് മാത്രമാണ് ആങ്സൈറ്റി ഉണ്ടാവുന്നത്. പക്ഷെ അത് ഒരു പരിധിയിൽ വിട്ട് കൂടുമ്പോഴാണ് പ്രോബ്ലം ആവുന്നത്. 5ാമതായിട്ട് ചെറിയ പൊടിക്കൈകൾ ഉപയോഗിച്ച് നമ്മുടെ ലൈഫിലുള്ള ആങ്സൈറ്റി നമുക്ക് കുറയ്ക്കാം കേട്ടോ. ഇതിനായിട്ട് ഞാൻ ചെയ്യുന്നൊരു കാര്യം, എനിക്ക് ബാൽക്കണിയിൽ ഇരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ബാൽക്കണിയിൽ എനിക്ക് വേണ്ടി ഇരിക്കാൻ ഒരു ചെറിയ ടേബിളും ചെയറൊക്കെ കൊണ്ടിട്ടുണ്ട്. എനിക്കിങ്ങനെ ടെൻഷനൊക്കെ അധികം ഉണ്ടെങ്കിൽ ഞാൻ അവിടെ ചെന്ന് അങ്ങനെ ഇരിക്കും. അപ്പോൾ അവിടെ ഇരിക്കും നമുക്ക് ചെടികളും കാര്യങ്ങളൊക്കെ ബാൽക്കണിയിൽ അവിടെ നിന്ന് നോക്കിയാൽ കാണാം. പിന്നെ അവിടെ പാട്ടൊക്കെ വെച്ചിരിക്കുമ്പോൾ എന്തോ ഒരു പ്രത്യേക ശാന്തത നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ചെറിയൊരു സ്പേസ് നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ്. 2ാമതായിട്ട് ചെയ്യേണ്ടത് നല്ല പാട്ടുകൾ കേൾക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ നല്ല ടോക്കുകൾ കേൾക്കുക എന്നുള്ളത്. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ മൈൻഡിലുള്ള മറ്റ് ചിന്തകളൊക്കെ പോവും. പിന്നെ പുതിയ എന്തെങ്കിലും ഹോബീസ് ചെയ്ത് പഠിക്കുക എന്നുള്ളത്. അത് ചെയ്ത് പഠിക്കുമ്പോൾ എന്തൊരു ഗുണമെന്ന് വെച്ചാൽ നമുക്ക് വേറെ ചിന്തകളില്ല. അപ്പോൾ നമ്മൾ വല്ലാതെ ആങ്സൈറ്റി ഉള്ളവർ ചെയ്യേണ്ട ഒരു കാര്യം, പറ്റാവുന്നതും കുറേ കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മൾ കുറച്ച് ബിസി ആയിട്ടിരിക്കുക. വെറുതെ ഇങ്ങനെ ഇരുന്ന് കഴിയുമ്പോഴാണ് കുറേ ചിന്ത മനസ്സിൽ വരുന്നത്. അപ്പോൾ നമ്മൾ വെറുതെ ഇങ്ങനെ ഇരുന്ന് കഴിയുമ്പോൾ ഫുൾ ടൈം നെഗറ്റീവ് ചിന്ത ഇങ്ങനെ നമ്മൾ ആലോചിച്ച് കൂട്ടും. അതുകൊണ്ട് നമ്മുടെ മനസ്സിനെ മാക്സിമം ആക്റ്റീവായിട്ട് വെക്കുക എന്നുള്ളതാണ്. ആക്റ്റീവായിട്ട് വെക്കാൻ നമ്മൾ വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. പണികൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്രീ ടൈം കിട്ടുമ്പോൾ കുറച്ച് നേരമൊക്കെ വെറുതെ ഇരിക്കാം. അത് കഴിഞ്ഞ് എന്തെങ്കിലും പുതിയ ഹോബീസൊക്കെ കണ്ടുപിടിച്ച് അതൊന്ന് ചെയ്യാം. അപ്പോൾ ആദ്യം നമുക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ ഭയങ്കര മടിയായിരിക്കും കേട്ടോ. ചെയ്ത് വരുമ്പോൾ അതിലൂടെ ഇൻട്രസ്റ്റ് വരും. അപ്പോൾ അങ്ങനെ അതിലോട്ട് ശ്രദ്ധ തിരിക്കുമ്പോൾ ഇങ്ങനത്തെ ചിന്തയൊന്നും ചിന്തിക്കാനുള്ള നേരം ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെ അമിത ചിന്തയുള്ളവർ തീർച്ചയായിട്ടും എന്തെങ്കിലും ഒരു പുതിയ ഹോബി കണ്ടുപിടിച്ച് അതിലോട്ട് പോകാനായിട്ട് നോക്കുക. ഇനി ഒരു കാര്യം നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കാം, നമുക്ക് ഭയങ്കര റെസ്പോൺസിബിലിറ്റിയും ഉത്തരവാദിത്തമൊക്കെ ഉള്ളതുകൊണ്ടാണ് നമ്മൾ വളരെ വ്യാകുലതയോടുകൂടി ഈ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്യാൻ നോക്കുന്നത്. ഈ ആങ്സൈറ്റി നമുക്ക് കൂടുതലുള്ളത്. പക്ഷേ നമ്മൾ ചെയ്തു കൊടുക്കുന്ന മറ്റുള്ളവർ അത് എല്ലാം മനസ്സിലാക്കണമെന്നില്ല. നമ്മൾ ഒരുപാട് പ്രഷർ എഫേർട്ട് എടുത്തിട്ടായിരിക്കും പെർഫെക്റ്റ് ആയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പക്ഷേ മറ്റുള്ളവർ അതെല്ലാവരും മനസ്സിലാക്കണമെന്ന് ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ ഓവറായിട്ട് ഇത് ചെയ്തു കൂട്ടിയിട്ട് അവരെല്ലാവരും ഞാൻ ഇത്രയും നന്നായി ചെയ്തു കൊടുത്തുകൊണ്ട് ഇതുപോലെ എനിക്ക് തിരിച്ച് ചെയ്യണമെന്ന് എക്സ്പെക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് നിരാശയായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പറ്റുന്ന കാര്യങ്ങൾ നന്നായിട്ട് ചെയ്യാം. ആരും അതൊക്കെ കണ്ട് മനസ്സിലാക്കി തിരിച്ച് നമുക്ക് വേണ്ടി ഇതെല്ലാം പെർഫെക്റ്റായിട്ട് തിരിച്ച് ഞാൻ ചെയ്ത് കൊടുത്ത പോലെ തന്നെ ചെയ്ത് എനിക്ക് തരുമെന്ന് എക്സ്പെക്റ്റ് ചെയ്യാതിരിക്കുക. അപ്പോൾ അങ്ങനെ ചെയ്ത് കിട്ടാണ്ടാവുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ടെൻഷനും ഈ പറഞ്ഞ ആങ്സൈറ്റിയൊക്കെ വരും. കാരണം ഞാൻ ഇത്രയും നന്നായിട്ട് ചെയ്തിട്ട് എനിക്ക് വേണ്ടി ആരും ഇത് തിരിച്ച് ഇതുപോലെ ബിഹേവ് ചെയ്തില്ലല്ലോ എൻ്റെ അടുത്ത് എന്ന് ഓർക്കുമ്പോൾ നമുക്ക് ടെൻഷനായിരിക്കും. അത് നമ്മൾ നമ്മുടെ മക്കളിൽ നിന്നായാലും പാർട്ട്ണറിൽ നിന്ന് എല്ലാവരുടെയും നിന്നും ഒരു ഇത് നമ്മൾ മനസ്സിലാക്കുക. അത് ഞാൻ ചെയ്ത് കൊടുക്കുന്നതെല്ലാം അവർ തിരിച്ച് തരുമെന്ന് എക്സ്പെക്റ്റ് ചെയ്യുമ്പോഴാണ് സങ്കടം. അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് പെർഫെക്ഷനിസം കുറച്ചിട്ട് ആവശ്യമുള്ള കാര്യങ്ങൾ ആവശ്യം പോലെ ചെയ്യുക.
കുറേ എക്സ്പെക്റ്റേഷൻ വെക്കാതിരിക്കുക. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ നമ്മുടെ ലൈഫിൽ കുറച്ചും കൂടി സന്തോഷവും കാര്യങ്ങളും നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ചെറിയ രീതിയിലെങ്കിലും ഹെൽപ്ഫുള്ളായി എന്ന് ഞാൻ വിചാരിക്കുന്നു. തീർച്ചയായിട്ടും കമൻസിൽ പറയണം നിങ്ങൾക്ക് ആങ്സൈറ്റി ഉണ്ടോ, അത് മാറ്റാൻ നിങ്ങൾ എന്താ ചെയ്തിട്ടുണ്ടായിരുന്നതെന്ന്. അപ്പോൾ പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും നമ്മൾ വരുന്നതായിരിക്കും. അതൊരിക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ ആൻഡ് ടേക്ക്